Hi friends, welcome to my channel. ഞാൻ ഇന്നൊരു റമദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ഓട്സ് സൂപ്പാണ്. സൗദിയിലൊക്കെ ഇതിന് ഷുർബ എന്നാണ് പറയാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റമദാനിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കറുവയില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓട്സ്, പിന്നെ കുറച്ച് ചിക്കന്, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറുവായിലയും കറുവാപ്പട്ടേൻ്റെ കഷ്ണവും 2 ഏലക്ക കൂടി ഈ ഓയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വലിയുള്ളി നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയുള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ വലിയുള്ളി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോണുള്ള ചിക്കനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിക്കനൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൂപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ പീസസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സ് ആഡ് ചെയ്യാം. ഓട്സിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് നുറുക്ക് ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 സ്പൂൺ ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓട്സ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓട്സൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സൂപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. റമദാനിലൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ മാറാനൊക്കെ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.